ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു ഉത്തരമാണ് പെയിന്റിന്റെ കളർ തിരഞ്ഞെടുക്കൽ. കാരണം ഒരു വീടിന്റെ ഭംഗി എടുത്തു കാണിക്കുന്നത് വെറും ഡിസൈനോ ഫർണിച്ചറോ മാത്രമല്ല, അതിനൊപ്പം നിൽക്കുന്ന മനോഹരമായ കളർ കോമ്പിനേഷനുമാണ്. ഒരു വീട് തന്നെ വ്യത്യസ്ത കളറുകളിൽ പെയിന്റ് ചെയ്താൽ അതിന്റെ ലുക്കും ഫീലും പൂർണ്ണമായി മാറിപ്പോകും. അതുകൊണ്ട് ശരിയായ കളർ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ ചില ബെഡ്റൂം, ലിവിംഗ് റൂം, ഡൈനിങ് റൂമുകളിലെ കളർ കോമ്പിനേഷനുകളാണ്. നിങ്ങൾ പുതിയ വീട് പണിയാൻ പോകുന്നവരാണെങ്കിലും പഴയ വീട് റീപെയിന്റ് ചെയ്യാൻ ആലോചിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ നൽകും. ഈ റൂമുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ശാന്തമായ അനുഭവം ലഭിക്കുന്നതാണ്. അതിന് പ്രധാന കാരണം ഇവിടെ നൽകിയിരിക്കുന്ന കളർ കോമ്പിനേഷനാണ്. ഒരു വാൾ ഹൈലൈറ്റ് ചെയ്ത് ബാക്കി ചുവരുകൾക്ക് ലൈറ്റ് ഷെയ്ഡ് നൽകിയിരിക്കുന്നു. ഈ ചെറിയ ഒരു മാറ്റം മാത്രം മതി റൂമിന്റെ മുഴുവൻ ഭംഗിയും ഉയർത്താൻ. ബെഡ്റൂം എന്നത് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്ന ശേഷം വിശ്രമിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും കണ്ണിനെ അലട്ടുന്ന നിറങ്ങൾ തിരഞ്ഞെടുക്കരുത്. ലൈറ്റ് ഗ്രേ, ഓഫ് വൈറ്റ്, ഐവറി, ബീച്ച് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ പോലെയുള്ള സൗമ്യമായ നിറങ്ങൾ എപ്പോഴും നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും. മറ്റൊരു കാര്യം, പലരും കരുതുന്നത് ഡാർക്ക് കളർ കൊടുത്താൽ മാത്രമേ റൂം പ്രീമിയം ആകൂ എന്നാണ്. പക്ഷേ അത് ശരിയല്ല. ശരിയായ ലൈറ്റ് കളറിനോടൊപ്പം മനോഹരമായ ഒരു ഹൈലൈറ്റ് വാൾ നൽകിയാൽ മാത്രമേ അതിലും മികച്ചൊരു ലക്ഷറി ഫീൽ ലഭിക്കൂ. ഈ റൂമുകൾ നോക്കിയാൽ മനസ്സിലാകും റൂമുകൾ തമ്മിലുള്ള ബാലൻസ് എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അധികം നിറങ്ങൾ ഉപയോഗിക്കാതെ തന്നെ വളരെ എലഗന്റായി ഒരു ലുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് മിക്ക വീടുകളിലും ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റൈല്. ഒരു നല്ല കളർ കോമ്പിനേഷൻ എന്നത് ഭിത്തിയുടെ നിറം മാത്രം നോക്കിയാൽ പോരാ. കർട്ടൻ, ബെഡ്, ലൈറ്റിങ്, ഫ്ലോറിങ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ആ റൂമിന്റെ യഥാർത്ഥ ഭംഗി വരുന്നത്. ഒരു വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ആദ്യം കാണുന്നത് ഈ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂമിന്റെ കളർ സെഷന് പ്രത്യേകം ശ്രദ്ധ വേണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ വളരെ മനോഹരമായി ഫർണിച്ചറുമായി ഇണങ്ങുന്നു. എവിടെയും അമിതമായ നിറങ്ങൾ നൽകിയിട്ടില്ല. കാണുന്നവർക്ക് കണ്ണിന് സുഖം തോന്നുന്ന രീതിയിലാണ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഭംഗി കൂട്ടാൻ എല്ലായ്പ്പോഴും വില കൂടിയ പെയിന്റ് വേണമെന്നില്ല. ശരിയായ ഷെയ്ഡ് തിരഞ്ഞെടുക്കുകയും അത് നല്ല ഫിനിഷോട് ചെയ്യുകയും ചെയ്താൽ സാധാരണ ഒരു വീട് പോലും വളരെ പ്രീമിയമായി തോന്നും. ഇപ്പോൾ പലരും തിരഞ്ഞെടുക്കുന്നത് മാറ്റ് ഫിനിഷും സോഫ്റ്റ് ടോണുകളുമാണ്. കാരണം അത് വളരെ ക്ലാസിയും എലിഗന്റുമാണ്.
ഒരു കുടുംബം ദിവസവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഇടമാണ് ഡൈനിങ് റൂം. അതുകൊണ്ട് ഇവിടെ നൽകുന്ന നിറങ്ങൾ മനസ്സിന് സന്തോഷം നൽകുന്നതായിരിക്കണം. വളരെ ബ്രൈറ്റ് കളറുകളേക്കാൾ ലൈറ്റ് ഷെയ്ഡുകളാണ് ഇവിടെ കൂടുതൽ അനുയോജ്യം. അങ്ങനെ ചെയ്താൽ ആ ഭാഗം കൂടുതൽ വിശാലമായും വൃത്തിയായും തോന്നും. ഒരു ചെറിയ ടിപ്പ് പറയാം. ചെറിയ റൂം ആണെങ്കിൽ എപ്പോഴും ലൈറ്റ് കളറുകൾ തിരഞ്ഞെടുക്കുക. കാരണം അത് റൂമിനെ വലുതായി തോന്നിപ്പിക്കും. വലിയ റൂമുകളിൽ ആവശ്യമെങ്കിൽ ഒരു ആക്സന്റ് വാളിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് നൽകാം. അതുപോലെ പെയിന്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാവിലെ വെളിച്ചത്തിലും രാത്രി ലൈറ്റിലും ആ കളർ എങ്ങനെ കാണപ്പെടുന്നു എന്ന് സാമ്പിൾ നോക്കിയ ശേഷം മാത്രം തീരുമാനിച്ചാൽ പിന്നീട് നിരാശപ്പെടേണ്ടി വരില്ല. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വീടിന് ഒരു പുതിയ കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.